Hello students, അപ്പോൾ next problem നോക്കാം. Find limit x tends to minus infinity 3x square minus x divided by 2x cube minus 5. ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗത്തെ പ്രോബ്ലംസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നോക്കുക, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള കേസാണ്. ഹയസ്റ്റ് പവറാണ് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയേണ്ടത്. അപ്പോൾ ഹയസ്റ്റ് പവർ ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ എക്സ് ക്യൂബ് ആണുള്ളത്. അപ്പോൾ എക്സ് ക്യൂബ് രണ്ടിൽ നിന്ന് ഔട്ട് സൈഡ് എടുക്കാം. ഇവിടെ നിന്ന് എക്സ് ക്യൂബ് ഔട്ട് സൈഡ് പോകുന്ന 3/x മൈനസ് 1/x² ആണ് ഉണ്ടാവുക. ഇവിടെ നിന്ന് എക്സ് ക്യൂബ് ഔട്ട് സൈഡ് പോന്നാൽ 2 മൈനസ് 5/x³ ആണ് ഉണ്ടാവുക. ഇവിടെ എക്സ് ക്യൂബ് ആണ് കേട്ടോ, എക്സ് സ്ക്വയർ അല്ല, എക്സ് ക്യൂബ് ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി. എക്സ് ക്യൂബ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞിട്ട് 3/x മൈനസ് 1/x². ഇവിടെ 2 മൈനസ് 5/x³, എക്സ് ക്യൂബ് ആണ്. ദാറ്റ് ഈസ് ഓരോന്നിനും ലിമിറ്റ്, ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അറിയാലോ, ഇത് 1/x ലിമിറ്റ് ആസ് എക്സ് ടെൻസ് ടു 3 നമ്മൾ ഔട്ട് സൈഡ് എടുക്കും. ബാക്കി ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു 1/x എന്നുള്ളൊരു ടേം വരും. അപ്പോൾ എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി ആയാലും എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ആയാലും 1/x ലിമിറ്റ് 0 ആണ്. മുകളിലും 0, താഴെ ഇതിൻ്റെ 2 വരും, ഇതിൻ്റെ 0 ആയിട്ട് പോകും. അപ്പോൾ 0/2 = 0 എന്നാണ് ലിമിറ്റ് വരിക. അടുത്തത് ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി, ദിസ് 1 ആണ്. അപ്പോൾ ഇവിടെ അതേ റാഷണൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഹയസ്റ്റ് പവർ നമ്മൾ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ എക്സ് ക്യൂബാണ് വരുന്നത്. ഓക്കെ, ഇവിടെ നോക്കി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമുക്കിവിടെ ന്യൂമറേറ്ററിലാണ് ഹയസ്റ്റ് പവർ, ഡിനോമിനേറ്ററിൽ പവർ കുറവാണ്. അങ്ങനെ വരുന്ന കേസിലൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഡിനോമിനേറ്ററിലാണ് പവർ കൂടുതൽ എങ്കിൽ ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ, അങ്ങനെ ഒന്ന് ആലോചിച്ചാൽ മതി. ഡിനോമിനേറ്ററിലാണ് പവർ കൂടുതലെങ്കിൽ ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ എപ്പോഴും ഔട്ട് സൈഡ് എടുത്താൽ മതി കേട്ടോ. റാഷണൽ ഫംഗ്ഷൻ വരുന്ന കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ ആണ് നമ്മളെപ്പോഴും ഔട്ട് സൈഡ് എടുക്കേണ്ടത്. ന്യൂമറേറ്ററിൽ നോക്കേണ്ട കാര്യമില്ല കേട്ടോ. ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ ആണ് എപ്പോഴും ഔട്ട് സൈഡ് എടുക്കേണ്ടത്. ആ രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ ഡിവിഷൻ വരുന്ന കേസിലും അത് സോൾവ് ആയിക്കോളും. അപ്പോൾ എപ്പോഴും അത് മനസ്സിൽ വെക്കുക കേട്ടോ. ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഇവിടെ എന്തെടുത്താൽ മതി? ഹയസ്റ്റ് പവർ എക്സ് ഔട്ട് സൈഡ് എടുത്താൽ മതി. ന്യൂമറേറ്റർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ന്യൂമറേറ്ററിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുക്കുക, ഡിനോമിനേറ്ററിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുക്കുക. ന്യൂമറേറ്ററിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് പോരുമ്പോൾ ബാക്കി ഇവിടെ 9x², ഇവിടെ 4x, ഇവിടെ 1/x, ഇവിടെ 3 വരും, ഇവിടെ 5/x വരും. ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലിമിറ്റ് കൊടുക്കുമ്പോൾ മുകളിൽ ഇവിടെയൊക്കെ ഇൻഫിനിറ്റി വരും. എക്സിന് മൈനസ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ ഇൻഫിനിറ്റി വരും, ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി വരും, ഇവിടെ +0 വരും. അപ്പോൾ ഇവിടെ മുകളിൽ ഇൻഫിനിറ്റി, അടിയിൽ 3 + 0 വരും. അപ്പോൾ ഇൻഫിനിറ്റി/3 ഇൻഫിനിറ്റി തന്നെയാണ്. അതുകൊണ്ട് ഇതിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആണ്. ഓക്കെ, ഇത് എക്സ്പ്ലനേഷൻ എഴുതണമെന്നില്ല കേട്ടോ, ഇത്ര വരെ എഴുതിയാലും മതി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഒരു തിയറാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരം റാഷണൽ ഫംഗ്ഷൻസ് വരുന്ന കേസിൽ ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ മാത്രം ഔട്ട് സൈഡ് എടുക്കുക. ന്യൂമറേറ്റർ എത്രയായാലും കുഴപ്പമില്ല, ഡിനോമിനേറ്ററിൽ ഹയസ്റ്റ് പവർ ഔട്ട് സൈഡ് എടുത്തിട്ട് പ്രോബ്ലം ചെയ്യുക. അതൊരു ക്ലൂ ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. അടുത്തത് ലെറ്റ് r > 0 be a rational number, then limit x tends to infinity 1/x⁻r = 0. If x⁻r is defined for all x, then limit x tends to minus infinity 1/x⁻r is equal to 0. Limit x tends to infinity 1/x⁻r എടുത്താലും ലിമിറ്റ് x tends to minus infinity 1/x⁻r എടുത്താലും രണ്ടും 0 ആണ്. 1/x പോലെ തന്നെയാണ് 1/x⁻ഉം ബിഹേവ് ചെയ്യുന്നത്. രണ്ടിൻ്റെയും ലിമിറ്റ് 0 ആണ് കിട്ടാമെന്നാണ് തിയറത്തിൽ പറയുന്നത്. അതിപ്പോൾ റാഷണൽ നമ്പർ ആയാലും ശരി, ഹോൾ നമ്പർ ആയാലും ശരി, ആറിൻ്റെ വാല്യൂ റാഷണൽ നമ്പർ ആയാലും ഹോൾ നമ്പർ ആയാലും ഏതായാലും ശരി. ഓക്കെ, ഇനി ലിമിറ്റ്സ് ഇൻവോൾവിങ് റാഡിക്കൽസ് നോക്കാം. ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5th root of 7x + 3 divided by 14x - 9. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 5th root of this one. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ലിമിറ്റിനെ തൽക്കാലം ഒന്ന് ഉള്ളിലേക്ക് എടുക്കുക. അപ്പോൾ ഒരു പവർ ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ റൂട്ട് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ലിമിറ്റിനെ നമുക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അത് ലിമിറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 5th root of ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 7x + 3 divided by 14x - 9.
ദാറ്റ് ഈസ് ഈക്വൽ ടു. അപ്പം ഇവിടെ ഇനി നിങ്ങൾ കുറച്ച് സ്റ്റെപ്സ് ചെയ്യാനുണ്ട്. ഞാൻ എല്ലാം ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. നോട്ട് എഴുതുമ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചെയ്യണം. ടെക്സ്റ്റുള്ള പോലെ വെറുതെ നോട്ട് കോപ്പി ചെയ്ത് വെക്കരുത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതാണ്. ഈ സ്റ്റെപ്സ് ഇവിടെ ആഡ് ചെയ്യുക. ദിസ് ഈസ് ഈക്വൽ ടു 5th റൂട്ട് ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി. നിങ്ങൾ ഇതിൽ നിന്ന് ഡിനോമിനേറ്ററിൽ നിന്ന് മാക്സിമം പവർ ഉള്ളത് ഔട്ട് സൈഡ് എടുക്കണമെന്നല്ലേ. അപ്പോൾ ഇവിടുത്തെ ഹയസ്റ്റ് പവർ എക്സ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്നും എക്സ് ഔട്ട് സൈഡ് എടുക്കുക. അതുപോലെ തന്നെ ഇവിടെ നിന്നും എക്സ് ഔട്ട് സൈഡ് എടുക്കുക. ഡിനോമിനേറ്ററിൽ നിന്ന് എന്ത് ഔട്ട് സൈഡ് എടുക്കുന്നോ അത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം, ന്യൂമറേറ്ററിൽ നിന്നും ഔട്ട് സൈഡ് എടുക്കണം കേട്ടോ. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുക്കുക, ഇവിടെ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുക്കുക. ഇവിടെ നിന്ന് എക്സ് ഔട്ട് സൈഡ് പോന്നു കഴിഞ്ഞാൽ 7 + 3/x ആയിരിക്കും. ഇവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ 14 - 9/x ആയിരിക്കും. അപ്പോൾ എക്സ് എക്സ് ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് ലിമിറ്റ് കൊടുത്തു വരുമ്പോൾ നമുക്ക് മുകളിലത്തെ ലിമിറ്റ് 7 + 0 എന്ന് വരും. 3/xന്റെ ലിമിറ്റ് 0 ആയി പോകും. താഴത്തെ ലിമിറ്റ് 14 - 0 എന്ന് വരും. 9/xന്റെ ലിമിറ്റും 0 ആയി പോകും. ശരിയല്ലേ? അപ്പോൾ ബാക്കി ലിമിറ്റ് ഉണ്ടാവുക, ബാക്കി ഇതിലുണ്ടാവുക 5th റൂട്ട് ഓഫ് 7/14 ആണ്. 7/14 പറഞ്ഞാൽ 1/2. ദാറ്റ് ഈസ് 5th റൂട്ട് ഓഫ് 1/2. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. ഇപ്പം അല്ലേ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി റൂട്ട് ഓഫ് x² + 3 ഡിവൈഡഡ് ബൈ 5x - 6. അപ്പം ഇതാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നോക്കി നോക്കിയേ, ഇവിടെ നോക്കി ഇവർ നേരത്തെ ഒരു പ്രോബ്ലത്തിൽ കണ്ട പോലെ തന്നെ റൂട്ട് ഓഫ് x² എന്നുള്ളൊരു ടൈം വരുന്നതുകൊണ്ട് ആ മോഡ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടാണ് പ്രോബ്ലം ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ അത് അവർ എന്താണ് എക്സ് മോഡ് എക്സിനെ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതും മാത്രം ഇവിടെ ചെയ്തിട്ടുള്ളൂ അല്ലേ. ശരിക്കും എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നതും അതുപോലെ -x വെച്ച് റീപ്ലേസ് ചെയ്യുന്നതും രണ്ടും വരുന്നുണ്ട്. ഇവിടെ ഇവർ എക്സ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത് മാത്രമേ ചെയ്തു പോയിട്ടുള്ളൂ. ഫോർ ദ വാല്യൂസ് ഓഫ് എക്സ് അണ്ടർ കൺസിഡറേഷൻ സോ വി ക്യാൻ റീപ്ലേസ് മോഡ് എക്സ് ബൈ എക്സ് എന്നുള്ള രീതിയിലാണ് ചെയ്തു പോയിരിക്കുന്നത്. ഇവിടെ നമ്മളിവിടെ എക്സ് പോസിറ്റീവ് ആണെന്നോ നെഗറ്റീവ് ആണെന്നോ പറഞ്ഞിട്ടില്ല. ശരിക്കും നമുക്കത് എക്സ് വെച്ചിട്ടും -x വെച്ചിട്ടും ചെയ്തു പോവാം. പക്ഷേ ഇവിടെ നമ്മൾ പോസിറ്റീവ് എക്സ് മാത്രം എടുത്തിട്ടാണ് ചെയ്തു പോയിരിക്കുന്നത്. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിലാണെങ്കിൽ നിങ്ങൾ മോഡ് എക്സ് വരുന്ന കേസിൽ അല്ലെങ്കിൽ റൂട്ട് ഓഫ് x² ഫൈൻഡ് ചെയ്യുന്ന കേസിൽ എക്സ് മാത്രം യൂസ് ചെയ്താലും മതി. കാരണം നമ്മളൊരു ഫംഗ്ഷന്റെ ലിമിറ്റാണ് കണ്ടുപിടിക്കുന്നത്. ഫംഗ്ഷന്റെ വാല്യൂ എപ്പോഴും യുണീക്ക് വാല്യൂസ് ആയിരിക്കും. അപ്പോൾ റൂട്ട് x² എക്സ് എന്നും -x എന്നും വരാൻ പറ്റില്ല. എക്സ് മാത്രം എടുത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എക്സ് മാത്രം എടുത്ത് നിങ്ങൾ ചെയ്തു പോയാൽ മതിയാവും ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ അസിംപ്റ്റോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്താണ് എങ്കിൽ നിങ്ങൾ എക്സും എടുക്കണം -x എടുക്കണം. രണ്ടും എടുത്തിട്ട് ചെയ്തു പോകണം. ഓക്കെ, മനസ്സിലായോ? ജസ്റ്റ് ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതിയാവും. എക്സ് മാത്രം എടുത്തിട്ട് ചെയ്താലും മതിയാവും. പക്ഷേ അസിംപ്റ്റോട്ട്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലത്തിൽ നിങ്ങൾ എക്സ് എടുത്തിട്ടും അതുപോലെ തന്നെ -x എടുത്തിട്ടും ഈ പ്രോബ്ലം ചെയ്യണം. അപ്പോൾ ഈ പ്രോബ്ലം ഞാൻ ഇവർ ചെയ്ത പോലെയല്ല പറയാൻ പോകുന്നത്. ഞാൻ നേരത്തെ മറ്റ് പ്രോബ്ലത്തിൽ അസിംപ്റ്റോട്ടിന്റെ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ എളുപ്പത്തിലാണ് പറയാൻ പോകുന്നത്. ഇതുപോലെ കോംപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്യണം, നമ്മൾ ഈ x² ഡിനോമിനേറ്ററിലെ ഹയസ്റ്റ് പവർ എന്താ, എക്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ഡിനോമിനേറ്ററിൽ നിന്ന് എക്സ് ഔട്ട് സൈഡ് എടുക്കണം. അതുപോലെ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്നും എക്സ് ഔട്ട് സൈഡ് എടുക്കണം. ന്യൂമറേറ്റർ എക്സ് ഔട്ട് സൈഡ് എടുക്കാൻ നോക്കുമ്പോൾ ഇവിടെ റൂട്ട് ഓഫ് x² + 3 ആണുള്ളത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ നോട്ടിൽ എഴുതാം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് x² ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഔട്ട് സൈഡ് എടുക്കുക. റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ x² ഔട്ട് സൈഡ് എടുത്താൽ x² × 1 + 3/x² എന്ന് വരും. അപ്പോൾ നമുക്ക് √x² × √1 + 3/x² എന്ന് കിട്ടും. ഇനി ഈ √x² വാല്യൂ ആണ് ഞാൻ പറഞ്ഞത്. എക്സും വരാം -x വരാം. അപ്പോൾ അസിംപ്റ്റോട്ടിന്റെ കേസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ രണ്ടും രണ്ട് കേസായിട്ട് ചെയ്താലേ 2 അസിംപ്റ്റോട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പകുതി മാർക്കേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നുള്ളത് കൊണ്ട് നിങ്ങൾ പോസിറ്റീവ് എക്സ് √x² = എക്സ് എന്നുള്ള ഒരു കേസ് മാത്രം ചെയ്താലും മതിയാവും എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ, ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കേസിൽ ഒരെണ്ണം ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഔട്ട് സൈഡ് √x² എക്സ് എന്ന് റീപ്ലേസ് ചെയ്യുക ഡിനോമിനേറ്റർ. പിന്നെ ഈ സ്റ്റെപ്പ് മുതൽ നമ്മുടെ സെയിം ആണ്. ഇത്രയും സ്റ്റെപ്പ് ഞാൻ ഇത്രയും പറഞ്ഞ സ്റ്റെപ്പ് അവിടെ വേണ്ട. ബാക്കിത്തൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എഴുതുക. തുടക്കമൊക്കെ ഞാൻ പറഞ്ഞ പോലെ എഴുതുക. √x² ഇപ്പോൾ ഇതിൽ നിന്ന് പുറത്തെടുത്തു. അപ്പോൾ എക്സ് എന്നായി മാറി. പിന്നെ ഡിനോമിനേറ്ററിൽ നിന്നും എക്സ് പുറത്തെടുത്തു.
അപ്പോൾ ആ എക്സും ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കിയുള്ളതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നോട്ടിൽ എഴുതിയാൽ മതി. ഇതിലുള്ളത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അത് അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ പിന്നെ ബാലൻസ് ഉണ്ടാവുക √1 + 3/x², ഇവിടെ 5 - 6/x ആണ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക. സെപ്പറേറ്റ് ചെയ്യുമ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലേക്ക് ലിമിറ്റ് കൊടുക്കുക, ഇവിടെയും കൊടുക്കുക ലിമിറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 1, ഇവിടെ നമുക്ക് 0 ആയി പോവും, ഇവിടെ നമുക്ക് 5 കിട്ടും, ഇവിടെ നമുക്ക് 0 ആയി പോവും. ബാക്കി 1/5 ആണ് ആൻസർ കിട്ടുക. ഓക്കെ, അടുത്ത പ്രോബ്ലം ഈ പറഞ്ഞ കണക്കിന് തന്നെ, അതും ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അവിടെ അതെ, ഇവിടെ ഇത് x→−∞ ആണ് കേട്ടോ. x→−∞ ആണ്. അപ്പോൾ നോക്കി. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേത് +∞ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ x എടുത്തത്. അതും കൂടെ ഓർത്തിരിക്കുന്നത്, അത് ഞാൻ അവിടെ പറയാൻ വിട്ടുപോയിരുന്നു. മറ്റേത് x→+∞ ആണ്. അപ്പോൾ x→+∞ ആവുമ്പോൾ എക്സുകളെല്ലാം പോസിറ്റീവാണ്. അതുകൊണ്ടാണ് അവിടെ നമ്മൾ x വെച്ച് റീപ്ലേസ് ചെയ്തത്. ഇനി ഇവിടെ നോക്കിയേ, ഈ കേസിൽ x→−∞ ആണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്ത് ചെയ്യണം? √x² തന്നെയാണ് ഇവിടെയും വരിക. ആ √x² നമ്മൾ -x വെച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ ഓർത്തിരിക്കുക, അസിംപ്ടോട്ട് ആണ് എങ്കിൽ √x² എന്നുള്ള ആ ഒരു ടേമൊക്കെ വരുന്ന കേസിൽ 2 കേസും ചെയ്ത് രണ്ട് അസിംപ്ടോട്ടും ഫൈൻഡ് ചെയ്യണം. ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ജസ്റ്റ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം ആണ് എങ്കിൽ x→∞ ആണ് ലിമിറ്റ് എങ്കിൽ √x² നമുക്ക് x വെച്ച് റീപ്ലേസ് ചെയ്യാം. x→−∞ ആണ് എങ്കിൽ മൈനസ് വാല്യൂസ് ആണ് അവിടെ എക്സിന് വരിക അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ √x² -x വെച്ച് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ, ഇതിലുള്ള പോലെ ചെയ്യണമെന്നില്ല, ഞാൻ ആ പറഞ്ഞ പോലെ പ്രോബ്ലം ചെയ്താൽ മതി. ഇവിടെ √x² പകരം ഔട്ട് സൈഡ് എടുക്കുമ്പോൾ, ഇവിടെ ഡിവൈഡ് ചെയ്താണ് ഇവർ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഔട്ട് സൈഡ് എടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ √x² പകരം -x വെച്ച് റീപ്ലേസ് ചെയ്യുക. റീസൺ വേണമെങ്കിൽ ഇങ്ങനെ ഇത് സൈഡിൽ എഴുതിയിട്ടു, ആസ് x→−∞ √x² -x എന്ന് എഴുതിയാൽ മതി. ആസ് x→−∞ √x² -x എന്ന് എഴുതിയാൽ മതി കേട്ടോ. എന്നിട്ട് √x² പകരം -x വെച്ച് റീപ്ലേസ് ചെയ്യുക. ഡിനോമിനേറ്ററിലും നമുക്ക് എന്ത് കിട്ടും? എക്സോ -xോ നിങ്ങൾ ഡിനോമിനേറ്ററിൽ നിന്നും ഔട്ട് സൈഡ് എടുക്കുക. -x ഔട്ട് സൈഡ് എടുക്കണമെന്നില്ല, ഡിനോമിനേറ്ററിൽ നിന്ന് x ഔട്ട് സൈഡ് എടുത്താലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു -xs വരും അവിടെ. സോ -1/5 എന്നാണ് നമുക്കവിടെ വാല്യൂ കിട്ടുക. ചെയ്ത് നോക്കുക കേട്ടോ, അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തതൊരു പ്രോബ്ലം, ഫൈൻഡ് ലിമിറ്റ് x→∞ √x⁸8 + 7 - x⁴. അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് വന്നിട്ടുണ്ട് എങ്കിൽ ഇതിൻ്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എപ്പോഴും എളുപ്പം അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോബ്ലം √something - something ആ ഒരു ഫോമിൽ വരികയാണ് എങ്കിൽ എപ്പോഴും അതിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ അത് ഓർത്തിരിക്കുക കേട്ടോ. കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ മുകളിൽ നമുക്ക് a + b × a - b ഫോമാണ്. അപ്പോൾ അത് a² - b² ആ രീതിയിൽ എഴുതുമ്പോൾ a² എന്ന് പറയുമ്പോൾ അവിടെ റൂട്ടിൻ്റെ സ്ക്വയർ വരുമ്പോൾ x⁸8 + 7, ഇവിടെ ഇതിൻ്റെ x⁴ സ്ക്വയർ വരുമ്പോൾ x⁸8 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ആ കോൺജുഗേറ്റ് തന്നെയാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എടുക്കുമ്പോൾ 7/this വാല്യൂ എന്ന് വരും. അപ്പോൾ ഇവിടെ നമ്മൾ ലിമിറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ ഡിനോമിനേറ്ററിലെ ഹയസ്റ്റ് പവർ ആണ് നമുക്ക് ലിമിറ്റ് എടുക്കേണ്ടത് അല്ലേ. ഡിനോമിനേറ്ററിലെ ഹയസ്റ്റ് പവർ എന്ന് പറയുമ്പോൾ √x⁸8 എന്ന് പറയുമ്പോൾ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എന്ത് ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും? x⁸8 ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ബാലൻസ് ഉണ്ടാവുക 1 + 7/x⁸8 + 1/x⁴ ആണ്. 1/x⁴ ആണ് ഇതിൽ ബാക്കി ഉണ്ടാവുക. ഇതിൽ എഴുതിക്കുന്നതിൽ തെറ്റുണ്ട് കേട്ടോ, നിങ്ങൾ തിരുത്തണം. 1 + 7/x⁸8 + 1/x⁸8 എന്നാണ് ഇവിടെ വരിക കേട്ടോ വാല്യൂ. ഓക്കെ, അപ്പോൾ ബാക്കി ഉണ്ടാവുക ഇവിടെ. അപ്പോൾ ഈ റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് x⁸8 പുറത്തേക്ക് പോരും. റൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് x⁸8 പുറത്തേക്ക് പോകുന്ന +x⁴ ആണ് നമ്മളിവിടെ എടുക്കുക. കാരണം ഇവിടെ x→+∞ ആണ്. അപ്പോൾ ഇവിടെ +x⁴ ഉണ്ട് -x⁴ ഉണ്ട്. നമ്മൾ +x⁴ എടുക്കണം, കാരണം x→+∞ ആയതുകൊണ്ട്. മുകളിലും നമ്മൾ എന്ത് ചെയ്യുക? ഒരു x⁴ ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 7/x⁴ എന്ന് വരും.
x റേസ് ടു 4 ക്യാൻസൽ ചെയ്യുക, മുകളിൽ 0